ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും പയ്യന്നൂർ മണ്ഡലത്തിലെ പ്രചരണത്തിന് തുടക്കം കുറിച്ച് ടി.ഐ. മധുസൂദനൻ. LDF നേതാക്കൾക്കൊപ്പം ആരാധനാലയങ്ങൾ സന്ദർശിച്ചാണ് ടി.ഐ. മധുസൂദനൻ MLA പ്രചരണത്തിന് തുടക്കമിട്ടത്. LDF നേതാക്കൾക്കൊപ്പം ചെറുപുഴ പഞ്ചായത്തിലെ ചരിത്രപ്രസിദ്ധമായ പുളിങ്ങോം മഖാം സന്ദർശിച്ചുകൊണ്ടായിരുന്നു ടി.ഐ. മധുസൂദനൻ പര്യടനത്തിന് തുടക്കമിട്ടത്. ഇവിടെ എത്തിയ MLA ജുമാഅത്ത് ഭാരവാഹികളുമായി സൗഹൃദ സംഭാഷണം നടത്തി. താൻ സ്ഥാനാർത്ഥിയാണെന്ന് സൂചിപ്പിക്കുകയോ വോട്ട് അഭ്യർത്ഥിക്കുകയോ ചെയ്തില്ലെങ്കിലും MLAയുടെ വാക്കുകളിലുടനീളം അത് പ്രകടമായിരുന്നു. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ ഇവിടെ എന്തായാലും വരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കേന്ദ്രമാണ്. കർണാടകയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കൊരു മേൽവിലാസം പറയുമ്പോൾ പെട്ടെന്ന് പുളിങ്ങോം മഖാം ഉറൂസിൻ്റെ കാര്യവും ഈ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ആത്മീയ കേന്ദ്രത്തിൻ്റെ കാര്യവും ഞങ്ങളൊക്കെ പലരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഇതെത്രമാത്രം വികാരപരമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു കേന്ദ്രമാണെന്ന് മനസ്സിലാകും. അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളൊക്കെ കാണുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ആ നിലയിലാണ് ഇവിടെ വന്നത്. കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച, കോൺവെന്റ്, പുളിങ്ങോം ശങ്കരനാരായണ ക്ഷേത്രം എന്നിവിടങ്ങളും സന്ദർശിച്ചു. ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ചേർന്ന് മധുസൂദനെ സ്വീകരിച്ചു. പിന്നീട് പുളിങ്ങോം ബാലികാ ഭവൻ സന്ദർശിക്കുകയും അവിടെ സേവനമനുഷ്ഠിക്കുന്ന സന്യസ്തരുമായും അന്തേവാസികളായ കുട്ടികളോടും സംസാരിക്കുകയും സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധികൾ കേൾക്കുകയും ചെയ്തു. കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും നൽകിയാണ് MLA മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.